friends, welcome back to our channel Physics Tutorial. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CBSE ക്ലാസ് 12 ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നോക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, അതായത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. അത് കൂളംസ് ലോ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഇലക്ട്രിക് ഡൈപോൾ, ഈ ഏരിയയിൽ നിന്ന് പ്രീവിയസ്ലി ആസ്ഡ് questions ആണ് നോക്കാൻ പോകുന്നത്. The question is the magnitude of the electric field due to a point charge object at a distance of 4 meter is 9 Newton per coulomb. From the same charged object, the electric field of magnitude 16 Newton per coulomb will be at a distance of. Options are, first one is 1 meter, then 2 meter, 3 meter, 6 meter. അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നോക്കാം. അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ്. ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? ദാറ്റ് ഈസ് 9 ന്യൂട്ടൺ പെർ കൂളം. ഡിസ്റ്റൻസ് 4 മീറ്റർ ആണ്. ഇനി ഫ്രം ദ സെയിം ചാർജ്ഡ് ഓബ്ജക്ട്, അതായത് സെയിം ചാർജ്ഡ് ഓബ്ജക്റ്റിൽ നിന്ന് ഉണ്ടാവുന്ന ഓബ്ജക്ട്, ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 16 ന്യൂട്ടൺ പെർ കൂളം വിൽ ബി അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ്. അതായത് സെയിം ചാർജ് ആണ്, അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് 16 ന്യൂട്ടൺ പെർ കൂളം ആണെങ്കിൽ വാട്ട് വിൽ ബി ദ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ എങ്ങനെയാ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാം? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗിവൺ ക്വാണ്ടിറ്റീസ് ഒന്ന് എഴുതാം. അതായത് ഫസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? 9 ന്യൂട്ടൺ പെർ കൂളം ആണ്. ദെൻ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് r is equal to 40 മീറ്റർ. ഇനി അവക്കിടയിൽ ഉണ്ടാവുന്ന ഫോഴ്സ്, അതായത് F is equal to എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് 1/4πε0 q by 4 സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, സോ 9 വിൽ ബി ഈക്വൽ ടു 1/4πε0 q by 16 എന്ന് എഴുതിയാല്. ഇനി E is equal to 16 ന്യൂട്ടൺ പെർ കൂളം ആണ് തന്നിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഡിസ്റ്റൻസിനെ x ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ 16 is equal to എന്ത് എഴുതാം? 1/4πε0 q by x സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, സോ ഈ രണ്ട് ഇക്വേഷൻസിനെയും ഒന്ന് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ഫസ്റ്റ് ഇക്വേഷൻ ഡിവൈഡ് ബൈ സെക്കൻഡ് ഇക്വേഷൻ, അതായത് 9/16 ചെയ്താൽ 1/4πε0 into q by 4 സ്ക്വയർ ഡിവൈഡഡ് ബൈ 1/4πε0 into q by x സ്ക്വയർ ആണ് അല്ലെ. സിമിലർ ടേംസ് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ റിമൈനിങ് എന്താണ് വരുന്നത്? അതായത് 1/4πε0 ക്യാൻസൽ ചെയ്യും, then q and q will get cancelled, then remaining term is x square by 4 square ആണ്. That is 9/16 is equal to x square by 4 square ആണ്. So അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3/4 the whole square എന്ന് എഴുതാലോ. That is 3/4 is equal to x by 4 ആണ്. അങ്ങനെയാണെങ്കിൽ x will be equal to 3 meter. Okay, so x എന്തിന് ഈക്വൽ ആണ്? 3 മീറ്ററിന് ഈക്വൽ ആയിരിക്കും. So option C is the correct answer. Now the next question is, that is also asked in the year 2023. The question is, an electric dipole of dipole moment 2 × 10⁻⁸ coulomb meter in a uniform electric field experiences a maximum torque of 6 × 10⁻⁻1 Newton meter. The magnitude of electric field is. Options are 22 × 10⁻³ volt per meter. That next one is 1.2 × 10⁻⁴ volt per meter. Then third one is 3 × 10⁻⁷ volt per meter. Then D 4.2 × 10⁻³ volt per meter. അപ്പൊ ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുള്ളത്? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് is given as 2 × 10⁻⁸ coulomb meter. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് വിച്ച് എക്സ്പീരിയൻസസ് മാക്സിമം ടോർക്ക്. അതായത് ടോർക്ക് എത്രയാണ്? 6 × 10⁻⁻1 ന്യൂട്ടൺ മീറ്റർ ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ്? അതായത് P is given as 2 × 10⁻⁸ coulomb meter. ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു 6 × 10⁻⁻1 ന്യൂട്ടൺ മീറ്റർ. ഇനി ടോർക്ക് മാക്സിമം ആവുന്ന കേസ് എങ്ങനെയാണ്? P × E ആണ് അല്ലെ. ടോ മാക്സിമം ഇസ് ഈക്വൽ ടു PE ആണ്. അതിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് കാണാലോ. ടോ മാക്സിമം ഡിവൈഡഡ് ബൈ P, ദാറ്റ് ഈസ് 6 × 10⁻⁻1 ഡിവൈഡഡ് ബൈ 2 × 10⁻⁸. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3 × 10⁻⁷ വോൾട്ട് പെർ മീറ്റർ. സോ ഓപ്ഷൻ C is the correct answer. Okay, now we can move to the third question. An isolated point charge particle produces an electric field E at a point 3 meter away from it. The distance of point at which the field is E by 4 will be. Options are A 2 meter, B 3 meter, C 4 meter and D
6 meter. അതിൽ എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? ഒരു ഐസൊലേറ്റഡ് പോയിന്റ് ചാർജ് ആണ് which produces an electric field E. അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് E ആണ് at a point 3 meter away from it. അതായത് ഡിസ്റ്റൻസ് എത്രയാണ്? 3 meter ആണ്. R എന്ന് പറയുന്നത് 3 meter ആണ്. Then the distance of point at which the field is E by 4. അതായത് ഫീൽഡ് E by 4 ആവുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ആദ്യം ഈ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എന്താണെന്ന് അറിയാം അല്ലെ? 1/4πε0 Q by R square ആണ്. അതായത് E is equal to 1/4πε0 Q by R square ആണ്. അതിൽ R എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ട്? 3 meter ആണ്. അപ്പൊ അതിനെ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എഴുതാം. E is equal to 1/4πε0 Q by 3 square എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. നമ്മൾ ഈ 1/4πε0യുടെ വാല്യൂ ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല, കാരണം അത് ടേം നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഇവിടെ കാണേണ്ടത് എന്താണ്? നെക്സ്റ്റ് കേസിൽ ഫീൽഡ് E/4 ആവുന്ന സമയത്ത് വാട്ട് വിൽ ബി ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ചാർജ് എന്നുള്ളതാണ്. അപ്പോ ഇവിടെ x എന്ന് പറയുന്നതാണ് ഡിസ്റ്റൻസ് എന്ന് എടുക്കാം. Okay, let x be the distance from point charge where electric field is E/4. അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് E/4 is equal to 1/4πε0 Q by x square. നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് x ആണ് കാണേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. രണ്ട് ഇക്വേഷൻസിനെ ഒന്ന് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? സിമിലർ ടേംസ് ക്യാൻസൽ ചെയ്ത് പോവും. സോ റിമൈനിങ് എന്താ വരുന്നത്? 4 is equal to x square by 3 square എന്ന് വരും. നമുക്ക് കാണേണ്ടത് x അല്ലേ? ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. സോ x will be equal to 2 into 3. Okay, that is equal to 6 meter. So option D ആണ്, that is x is equal to 6 meter is the correct answer. Now we can move to the next question. That is question number 4. An electron experiences a force 1.6 into 10⁻18 Newton I cap in an electric field E. The electric field E is, the options are 1.0 into 10⁻³ Newton per coulomb into I. Then option B, minus of 1.0 into 10⁻³ Newton per coulomb into I cap. Then C, 1.0 into 10⁻³ Newton per coulomb into I cap. Then D, minus of 1.0 into 10⁻⁻1 into Newton per coulomb into I. Okay, ഇതിൽ ഏതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഫോഴ്സ് തന്നിട്ടുണ്ട്. ഒരു ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? ദാറ്റ് ഈസ് 1.6 into 10⁻18 ന്യൂട്ടൺ ആണ്. ഇനി in an electric field, the electric field we have to find. അപ്പൊ എങ്ങനെ കാണാൻ പറ്റും ഇലക്ട്രിക് ഫീൽഡ്? നമുക്ക് ഇക്വേഷൻ ഏതാണ് അറിയാവുന്നത്? അതായത് ഫോഴ്സും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ഇക്വേഷൻ. ഓക്കെ, ഇവിടെ ഫോഴ്സ് തന്നിട്ടുള്ളത് എത്രയാണ്? ഇലക്ട്രോൺ എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ഓഫ് 1.6 into 10⁻18 ന്യൂട്ടൺ ആണ്. സോ ദാറ്റ് വി ക്യാൻ റൈറ്റ് ഹിയർ. ഓക്കെ, ഇനി F is equal to QE എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. അതിൽ നിന്ന് E is equal to എന്തിന് ഈക്വൽ ആയിരിക്കും? F/Q ന് ഈക്വൽ അല്ലേ? അപ്പൊ ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണിന്റെ ചാർജ് ആണ് അല്ലെ? ഒരു ഇലക്ട്രോൺ ആണ് ഇവിടെ, ഇലക്ട്രോണിന്റെ ഫോഴ്സ് ആണ് തന്നിട്ടുള്ളത്. സോ ഇലക്ട്രോണിക് ചാർജ് വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട്, ദാറ്റ് ഈസ് 1.6 into 10⁻19 ആണ്. സോ എങ്ങനെ എഴുതാം? E is equal to F/Q. വളരെ സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. 1.6 into 10⁻16 I cap divided by minus 1.6 into 10⁻19. അപ്പൊ എത്രയാണ് വരുന്നത്? മൈനസ് ഓഫ് 1.0 into 10⁻³ Newton per coulomb into I cap. That is option B is the correct answer. Option B, that is minus of 1.0 into 10⁻³ Newton per coulomb into I cap. That is the correct answer. Now we can move to the next question. The question is, two parallel large thin metal sheets have equal surface densities 26.4 into 10⁻12 coulomb per meter square of opposite signs. The electric field between these sheets is, the options are A, 1.5 Newton per coulomb, option B, 1.5 into 10⁻16 Newton per coulomb, option C, 3 into 10⁻10 Newton per coulomb, and option D, 3 Newton per coulomb. So what are the things given here? Two parallel large thin metal sheets, they have equal surface charge densities. അതായത് surface charge densities എത്രയാണ്? 26.4 into 10⁻12 coulomb per meter square ആണ്. അതിന്റെ സൈൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കാണേണ്ടത്. അതായത് the electric field between these two sheets. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? അതിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം അല്ലെ? അപ്പൊ എങ്ങനെ കാണാം?
സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ വാല്യൂ സിഗ്മ is equal to 26.4 into 10⁻12 കൂളം പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇനി ഇ എന്ന് പറയുന്നത് എങ്ങനെ കാണാൻ പറ്റുക? ഇ is equal to സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ് അല്ലെ. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ് ബൈ എപ്സിലോൺ 0. അപ്പൊ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. എപ്സിലോൺ 0യുടെ വാല്യൂ എത്രയാണ്? 8.85 into 10⁻12 കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ്. സോ ദാറ്റ് വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ. സോ സിഗ്മ ബൈ എപ്സിലോൺ 0 26.4 into 10⁻12 divided by 8.85 into 10⁻12. So that is 3 Newton per coulomb. Answer is option D, that is 3 Newton per coulomb. Next question is according to Coulomb's law, which is the correct relation for the following figure. അപ്പോൾ നമുക്ക് ഇവിടെ ഡയഗ്രാം കാണാനുണ്ട്. രണ്ട് ചാർജസ് ഉണ്ട്, Q1 Q2 ഉണ്ട്. Two forces are acting both in opposite directions, F12 and F21. Okay, they are acting in the opposite direction. അതായത് F12 എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 due to Q2 and F21 എന്ന് പറയുന്നത് is the force on Q2 due to Q1. Okay, so which option is correct എന്നുള്ളതാണ് question. So here A, Q1 Q2 greater than 0, B, Q1 Q2 less than 0, option C, Q1 Q2 is equal to 0, and option D, 1 greater than Q1 Q2 greater than 0. അതായത് ഇവിടെ തന്നിട്ട് ഉള്ളത് എന്താണ്? ഒരു ഡയഗ്രാം ആണ്. എങ്ങനെയാണ് ഇതിൽ നിന്ന് കറക്റ്റ് റിലേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. വിച്ച് ഈസ് ദ കറക്റ്റ് റിലേഷൻ ഫോർ ദി ഫോളോയിങ് ഫിഗർ. ഓക്കെ, അതായത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഫോഴ്സസ് ആർ ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ വി നോ ദാറ്റ് F12 is equal to minus F21. ഓക്കെ, സോ F എങ്ങനെ കാണാം? 1/4πε0 Q1 Q2 by R square ആണ്. ഇനി ഫോർ അട്രാക്ഷൻ Q1 Q2 എന്തായിരിക്കണം? ലെസ് ദാൻ 0 ആയിരിക്കണം. ദാറ്റ് ഈസ് Q1 ഷുഡ് ബി പോസിറ്റീവ് ആൻഡ് Q2 ഷുഡ് ബി നെഗറ്റീവ്. മൈനസ് ഇൻറ്റു പ്ലസ് ആണ് എന്ത് വരുന്നത്? മൈനസ് വരുന്നത് അല്ലെ. അപ്പൊ അത് മൈനസ് ആവുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ 0. അതായത് രണ്ട് ചാർജസും ഈക്വൽ and opposite ആവണം. So here we can say that Q1 Q2 less than 0. Okay, so one charge will be positive and the other charge will be negative. So option B is the correct answer. Now we can move to the next question. The question is 2 point charges plus 8q and minus 2q are located at x is equal to 0 and x is equal to L respectively. The point on x-axis at which net electric field is 0 due to these charges is, options are A, 8L, B, 4L, C, 2L, and option D, L. So which will be the correct option എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? 2 ചാർജസ് പ്ലസ് Q plus 8Q and minus 2Q which are located at x is equal to 0 and x is equal to L. Okay, the point on the x-axis at which net electric field is 0. അതായത് ഈ രണ്ട് ചാർജസ് കാരണം, അതായത് പ്ലസ് 8Qവും മൈനസ് 2Qവും തമ്മിലുണ്ടാവുന്ന അതായത് ഫീൽഡുകൾ എപ്പോഴാണ് 0 ആവുന്നത്? ഡ്യൂ ടു ദീസ് ചാർജസ് എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? Here we can draw that. Okay, plus 8Q and minus 2Q, they are separated by a distance L, and here we are assuming a point P. Okay, at a distance D from this x is equal to L. Okay, അതായത് let P be the observation. അതായത് L plus D യും അതേപോലെ തന്നെ from plus 8Q and D from minus 2Q. ആ ഡിസ്റ്റൻസസ് എങ്ങനെയാണ് വരുന്നത്? മൈനസ് 2Qയിൽ നിന്ന് D ഡിസ്റ്റൻസിലായിരിക്കും, എന്നാൽ പ്ലസ് 8Qയിൽ നിന്ന് L plus D ഡിസ്റ്റൻസിലാണ് വരുന്നത്. ഇനി E1 എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് P ഡ്യൂ ടു പ്ലസ് 8Q ചാർജും, E2 എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് P ഡ്യൂ ടു മൈനസ് 2Q ചാർജും ആണെങ്കിൽ അതെങ്ങനെ കാണാൻ പറ്റും? അതായത് ഇവിടെ E1 ഷുഡ് ബി ഈക്വൽ ടു E2 അല്ലെ. മാഗ്നിറ്റ്യൂഡ് ഓഫ് E1 വിൽ ബി ഈക്വൽ ടു E2. ആ കേസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവ ക്യാൻസൽ ചെയ്ത് പോകുന്നത്. സോ എങ്ങനെ എഴുതാം? ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻസ് കാണാം. അതായത് K into 8Q divided by L plus D the whole square. അതായത് ഇവിടെ K എന്ന് പറയുന്നത് എന്താണ്? 1/4πε0 ആണ് ഇൻറ്റു ചാർജ് 8Q ആണ് ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ R സ്ക്വയറിന് പകരം എന്ത് എഴുതാം? L plus D the whole square എന്ന് എഴുതാം. അതിന് എന്തിന് ഈക്വൽ ആയിരിക്കണം? ഷുഡ് ബി ഈക്വൽ ടു K into 2Q by D സ്ക്വയറിന് ഈക്വൽ ആയിരിക്കണം. സോ 4 ഡിവൈഡഡ് ബൈ സിമിലർ ടേംസ് ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും? 4/L plus D whole square is equal to 1/D square എന്ന് വരും. അതായത് 4D square will be equal to L plus D the whole square and 2D will be equal to L plus D or D is equal to L ആയിരിക്കും. Therefore
P is at x is equal to L plus L. അവിടെ ആയിരിക്കണം 2L ആയിരിക്കും കിട്ടുന്നത്. എക്സിന്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 2L ആണ് വരുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ C is the correct answer. So hope it is clear to you. Now we can conclude the video. If you like the video, please like, share and subscribe. Thanks for watching. The next question is, 2 point charges placed in a medium of dielectric constant 5R at a distance R between them experience an electrostatic force F. The electrostatic force between them in vacuum at a same distance R will be, the options are 5F, B, F, option C, F by 2 and option D, F by 5. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? രണ്ട് ചാർജസ് ആണ്. They are placed in a medium of dielectric constant 5. അതായത് dielectric constant 5 ആയിട്ടുള്ള ഒരു മീഡിയത്തിലാണ് രണ്ട് പോയിന്റ് ചാർജസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. And the distance is R. Okay. Then they experience an electrostatic force F. അപ്പൊ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എത്രയാണ്? F ആണ്. So here we have to find the electrostatic force between them in vacuum at the same distance R. അതായത് സെയിം ഡിസ്റ്റൻസ് ആറില് ഉണ്ടാവുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വാക്വത്തിലുള്ള കേസിലാണ് നമുക്ക് ഇവിടെ കാണേണ്ടത്. അപ്പൊ എങ്ങനെയാണ് കാണാൻ പറ്റുക? So here we can write the equation that is F is equal to 1 by 4 pi epsilon 0 Q1 Q2 by R square. അല്ലെ, ചാർജ് is placed in media ആവുന്ന സമയത്ത് F medium എന്ന് എഴുതാം. അത് എത്രയായിരിക്കും വരിക? 1 by 4 pi epsilon 0 K into Q1 Q2 by R square എന്ന് കിട്ടും. ഇനി എയറിലാണെങ്കിൽ ഇക്വേഷൻ എന്തായിട്ട് മാറും? F air is equal to 1 by 4 pi epsilon 0 Q1 Q2 by R square ആണ്. ഇനി രണ്ട് ഇക്വേഷൻസിനെ ഒന്ന് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? F m by F air, that will be equal to 1 by K. ബാക്കിയുള്ള സിമിലർ ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. സോ F m by F air എന്ന് പറയുന്നത് 1 by K ആണ്. സോ F air എങ്ങനെ കാണാൻ പറ്റും? That is K into F m ആണ്. That will be equal to K into F. K യുടെ വാല്യൂ എത്രയാണ്? 5 ആണ്. So the answer will be 5F. So here option A is the correct answer. That is 5F. Then the next question is, a small object with charge Q and weight mg is attached to one end of a string of length L attached to a stationary support. The system is placed in a uniform horizontal electric field E as shown in the accompanying figure. In the presence of field, the string makes a constant angle theta with the vertical. The sign and magnitude of Q is, the options are A, positive with magnitude mg by E, B, positive with magnitude mg by E tan theta, C, negative with magnitude mg by E tan theta, and option D, positive with magnitude E tan theta by mg. ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? Here we have a small object with charge Q. അതായത് ഒരു സ്മോൾ ഒബ്ജക്റ്റ് ഉണ്ട്, അതിന്റെ ചാർജ് Q ആണ്, വെയിറ്റ് mg ആണ്, which is attached to one end of a string. അതായത് ഒരു സ്ട്രിങ് L ലെങ്ത് ഉള്ള ഒരു സ്ട്രിങ്ങുമായിട്ട് ഈ വെയിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ചാർജ് Q ആണ്. ആൻഡ് ദെൻ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു എ സ്റ്റേഷനറി സപ്പോർട്ട് ആൻഡ് ദിസ് സിസ്റ്റം ഈസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഹൊറിസോണ്ടൽ ഇലക്ട്രിക് ഫീൽഡ്. അതാണ് ഇവിടെ ഡയഗ്രം കാണിച്ചിട്ടുള്ളത്. അപ്പൊ ആ സ്ട്രിങ് എന്ത് ചെയ്തിട്ടുണ്ട്? അത് ഒരു സ്റ്റേഷനറി സപ്പോർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ആർ പ്ലേസിംഗ് ഇറ്റ് ഇൻ എ യൂണിഫോം ഹൊറിസോണ്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇ. ഇലക്ട്രിക് ഫീൽഡിനകത്ത്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻ ദ പ്രസൻസ് ഓഫ് ഫീൽഡ് ദ സ്ട്രിങ് മേക്സ് എ കോൺസ്റ്റന്റ് ആംഗിൾ. അതായത് ഈ പ്രസൻസ് ഓഫ് ഫീൽഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രിങ് അവിടെ ഒരു ആംഗിൾ തീറ്റ മേക്ക് ചെയ്യുന്നുണ്ട് വെർട്ടിക്കലുമായിട്ട്. ഓക്കെ, ദെൻ ദ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് Q ആണ് കാണേണ്ടത്. അതായത് ക്യൂവിന്റെ ഇതിന്റെ ചാർജിന്റെ സൈനും അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡും ആണ് കാണേണ്ടത്. അപ്പൊ എങ്ങനെയാണ് കാണാൻ പറ്റുക നോക്കാം. സോ ഹിയർ ഇവിടെ നമുക്ക് ഈ ഡയഗ്രാം ഒന്ന് നോക്കിയിട്ട്, അതായത് mg എന്ന് പറയുന്ന ഫോഴ്സ് ആണ് താഴത്തേക്ക് ആക്ട് ചെയ്യുന്നത്. T എന്ന് പറയുന്നത്, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും? ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും. അതായത് റിയാക്ഷണൽ ഫോഴ്സ് T എന്ന് പറയുന്ന ടെൻഷൻ മുകളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ QE എന്ന് പറയുന്ന ഫോഴ്സ് ഒരു ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്, അതിന് ഓപ്പോസിറ്റ് വരുന്നത്. അതായത് നമുക്ക് T യെ എന്ത് ചെയ്യാം? ഒന്ന് റെക്ടാങ്കുലർ കമ്പോണൻസ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന കമ്പോണൻസ് ഏതൊക്കെയാണ്? T കോസ് തീറ്റയും T സൈൻ തീറ്റയും ആണ്. mg is acting downwards. ഇനി ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ തീറ്റയാണ്.
ഇനി അതിൽ നിന്ന് നമുക്ക് എഫ് ഇ എന്ന് പറയുന്നതിന് ഈക്വൽ ആണ് എം ജി ടാൻ തീറ്റയ്ക്ക് ഈക്വൽ ആണ് അല്ലെ. ഇനി എഫ് ഇ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്, അതിന് പകരം ക്യൂ ഇ എന്ന് എഴുതാലോ. സോ ക്യൂ ഇ വിൽ ബി ഈക്വൽ ടു എം ജി ടാൻ തീറ്റ, ഓർ ക്യൂ വിൽ ബി ഈക്വൽ ടു എന്ത് എഴുതാം, അതിനെ റീഅറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും, എം ജി ബൈ ഇ ഇൻറ്റു ടാൻ തീറ്റ എന്ന് വരും. അതായത് ക്യൂവിന്റെ സൈൻ എന്താണ്, പോസിറ്റീവ് ആണ്, മാഗ്നിറ്റ്യൂഡ് എം ജി ബൈ ഇ ടാൻ തീറ്റ ആണ്. അതായത് എം ജി ബൈ ഇ ടാൻ തീറ്റ ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്യൂ. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ്. Now we can move to the next question. A negatively charged object X is repelled by another charged object Y. However, an object Z is attracted to object Y. Which of the following is the most possibility for the object Z? The options are positively charged only, option B negatively charged only, option C neutral or positively charged, and option D neutral or നെഗറ്റീവ്ലി ചാർജ്ഡ്. സോ ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്, ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ഒബ്ജക്റ്റ് ആണ് എക്സ്, വിച്ച് ഈസ് റിപ്പൽഡ് ബൈ അനദർ ചാർജ്ഡ് ഒബ്ജക്ട് വൈ. അതായത് എക്സിന് എന്ത് ചെയ്യുന്നുണ്ട്, വൈ റിപ്പൽ ചെയ്യുന്നുണ്ട്, ബട്ട് ദ ഒബ്ജക്ട് സെഡ് ഈസ് അട്രാക്റ്റഡ് ടു ഒബ്ജക്ട് വൈ. എന്ത് ചെയ്യുന്നുണ്ട്, സെഡ് ഒബ്ജക്ട് വൈയെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് പോസിബിലിറ്റി ഫോർ ദ ഒബ്ജക്ട് സെഡ് എന്നുള്ളതാണ്. സെഡിന് പോസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ. So how we can answer that? Here we have X is repelled by Y. So object Y is positively charged ആയിരിക്കും അല്ലെ. As object Z is attracted to object Y, so it must either be neutral or positively charged ആണ്. So അതായത് എക്സ് റിപ്പൽഡ് ബൈ വൈ ആയതുകൊണ്ട് എന്ത് പറയാം, ഒബ്ജക്റ്റ് വൈ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ആൻഡ് അതായത് ആസ് ഒബ്ജക്ട് സെഡ് ഈസ് അട്രാക്റ്റഡ് ടു ഒബ്ജക്ട് വൈ, അതുകൊണ്ട് എന്ത് പറയാം, ഇറ്റ് ഈസ് either neutral or positively charged. So answer ഏതായിരിക്കും, option C is the correct answer. Now we have another question. In the experiment, 3 microscopic latex spheres are sprayed into a chamber and became charged with charges plus 3e, plus 5e and minus 3e respectively. All the 3 spheres came in contact simultaneously for a moment and got separated. Which of the following are possible values for the final charge on the spheres? Options are A plus 5e minus 4e plus 5e, option B plus 6e plus 6e and minus 7e, option C plus 4e plus 3.5e plus 5.5e, option D plus 5e minus 8e and plus 7e. അപ്പൊ അതിൽ എന്താ തന്നിട്ടുള്ളത്, അതായത് ഒരു എക്സ്പെരിമെന്റിൽ 3 മൈക്രോസ്കോപ്പിക് ലാറ്റസ് സ്ഫിയേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ചാർജ് ചെയ്തിട്ട് പ്ലസ് 3e പ്ലസ് 5e ആൻഡ് മൈനസ് 3e ആയിട്ട് ചാർജ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ എന്ത് സംഭവിക്കുകയാണ്, ദേ ഓൾ ആർ കമ്മിങ് ഇൻ ടു കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് ഓൾ ദേ ആർ ഗെറ്റിംഗ് സെപ്പറേറ്റഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് പോസിബിൾ വാല്യൂസ് ഓഫ് ഫൈനൽ ചാർജ് ഓൺ ദ സ്ഫിയേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ ചാർജസ് ആണ് ഫൈനൽ സ്ഫിയേഴ്സിൽ പോസിബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ചാർജസ് എന്തായിരിക്കും, ക്വാണ്ടൈസ്ഡ് ആണ് അല്ലെ. അപ്പൊ ടോട്ടൽ ചാർജ് എങ്ങനെ കാണാം, Q1 പ്ലസ് Q2 പ്ലസ് Q3 കാണാം. അതായത് പ്ലസ് 3e പ്ലസ് 5e മൈനസ് 3e, അതായത് പ്ലസ് 5e ആണ് അതിന്റെ ടോട്ടൽ ചാർജ്. ഇനി തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഓൺലി ഓപ്ഷൻ ബി ഗീവ്സ് പ്ലസ് 6e പ്ലസ് 6e മൈനസ് 7e, അതായത് പ്ലസ് 5e തരുന്നത്. അതുകൊണ്ട് പോസിബിൾ വാല്യൂസ് ഏതൊക്കെയായിരിക്കും, പ്ലസ് 6e പ്ലസ് 6e മൈനസ് 7e ആയിരിക്കും. ഓക്കെ.